കലിയുഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗ്രാമം, തങ്ങളുടെ വിശ്വാസമായി ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരു പറ്റം ജനങ്ങൾ. അവർ ദൈവത്തെ പോലെ കാണുന്ന ഈ തറവാട്ടിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. നെല്ലിയാർ മന. കീറ്റു, എഴുന്നേക്കുന്നുണ്ടോ നീ? മുത്തശ്ശി വന്നാൽ നല്ല കിട്ടുന്നെനിക്ക്. എൻ്റെ അമ്മ എഴുന്നേറ്റു. ശാരദയെ, ആ എത്തിയോ? എന്താ അമ്മ വൈദ്യര് പറഞ്ഞേ? തീരെ വയ്യാതായിരിക്കണു. അനങ്ങാതിരിക്കാൻ പറഞ്ഞാ കേൾക്കണ്ടേ? കാര്യം കുറച്ച് ഗൗരവാ. വരിക, അകത്ത് പോയി കിടക്കാം. കിച്ചുവോ? അവൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി അമ്മേ. ശാരി, എനിക്ക് കീർത്തിയെ കാണണം. അതിപ്പം അവൾക്ക് ലീവ് കിട്ടുമോ? എന്തെങ്കിലും പറ്റണേന് മുമ്പ് എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. ഒന്ന് അവളെ വിളിച്ച് പറയാ അമ്മേ. ഞാൻ വിളിക്കാം. ഇപ്പൊ ചെന്ന് കിടക്ക്. കുഞ്ഞീഷ, അമ്മമ്മയുടെ അസുഖമൊക്കെ മാറ്റി തരണേ. കിച്ചൂട്ടിയെ, ഇന്ന പ്രസാദം കഴിപ്പിച്ചത് കാർത്തിക നാളിൽ തന്നെ ആട്ടോ. ഓ ആയിക്കോട്ടെ, ശരി തിരുമേനി. കീർത്തി, തനിക്കൊരു കോളുണ്ട്. വീട്ടിൽ നിന്നാ തോന്നണു. ആ അച്ഛനായിരിക്കും, ദാ വരുന്നു. ഹലോ അച്ഛാ. കുട്ടി തിരക്കിലാണോ? അല്ല അച്ഛാ, പേഷ്യൻസ് ഒക്കെ കുറവാ ഇന്ന്. ആണോ? കീർത്തൂട്ടിയെ, അമ്മമ്മക്ക് തീരെ വയ്യാട്ടോ. അയ്യോ അച്ഛാ. ഇല്ല, പേടിക്കണ്ട. എന്റെ കുട്ടിക്ക് ഒന്ന് ഇത്തിടം വരെ വരാൻ കഴിയുമോ? അച്ഛമ്മക്ക് നല്ല ആഗ്രഹമുണ്ടേ. അത് ഞാൻ നോക്കാം അച്ഛാ. ആടാ, ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. ശരി എന്നാ. ആ ഓയ് കിർത്തു. ശ്രീയേട്ടാ, എനിക്ക് നാട്ടിൽ പോണം. എന്താടാ പെട്ടെന്ന്? അച്ഛമ്മക്ക് തീരെ വയ്യ. ശരി, നീ വാ, സീനിയർ ഡോക്ടറോട് പറയാം. നിങ്ങളും വാടാ നാട്ടിലേക്ക്. ഞാൻ റെഡി. അയ്യ, നിനക്ക് ഞാൻ ലീവ് തരില്ല. സ്വന്തം ചേട്ടന്റെ കീഴിൽ ജോലിക്ക് വെക്കുമ്പം ഒന്ന് സുയിക്കാന്ന് വിചാരിച്ചതാ. ഇയാളിത് എന്നെ അടിമയാക്കി വെച്ചിരിക്ക, കുപ്പിയിലുള്ള ഭൂതം മാതിരി. നീ ഓടി. ഇയാള് പോടാ. മതി മതി, അടി ഉണ്ടാക്കണ്ട. ശ്രീയേട്ടാ, നമ്മുടെ കാര്യം വീട്ടിൽ പറയണ്ടേ? വാ. ഞാൻ മാത്രം വന്നാ മതിയോ? പല്ലിയും വരുമായിരിക്കും. പക്ഷെ ഇത് വരണ്ടേ? ഇവിടെ ഒറ്റക്ക് നിർത്തിയാ UK അവൻ തിരിച്ചു വെക്കും. അവനെയും കൂട്ടാം. വന്നത് തന്നെ UK ഡോണല്ലേ എന്റെ പുന്നാര കുഞ്ഞാട്ടെ. ഡീ, ഞാൻ സംസാരിക്കാം. ഏട്ടത്തിയുടെ വില എനിക്ക് അവൻ തരുന്നുണ്ട്. ശബ്ദം കേൾക്കണ്ട്. പുള്ളി എത്തുന്നു തോന്നണു. ഇന്നെന്താ തല്ലുണ്ടാക്കാനൊന്നും പോണ്ടേ ന്യൂറോളജി ഡോക്ടർക്ക്? ഏട്ടാ. മതി ഏതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ ചേച്ചി? ഏട്ടത്തി, നിങ്ങളെല്ലാരും പോയിട്ട് വാ, ഞാനില്ല. കണ്ടില്ലേ ഏട്ടത്തി, അവൻ വരില്ല. നിക്ക്. യദു. ആ എന്താ? യദു വാടാ. അത് ഏട്ടത്തി, എനിക്ക് അവിടെയൊന്നും ശരിയാവില്ല. പ്ലീസ്, എന്റെ കുഞ്ഞനിയനല്ലേ. ശരി, ബട്ട് ഞാൻ കുറെ ദിവസം അവിടെ നിൽക്കില്ല. ഓക്കെ. അവിടെ ആരൊക്കെയുള്ളേ? അവിടെ ആരാ ഇല്ലാത്തെ? അച്ഛൻ, അമ്മ, മുത്തശ്ശി, ചന്തു, പിന്നെ നെല്ലിയാർ മനയിലെ കൊച്ചു തമ്പുരാട്ടി. തമ്പുരാട്ടിയോ? എൻ്റെ അനിയത്തി, നെല്ലിയാർ മനയിലെ കുഞ്ഞു തമ്പുരാട്ടിക്കുട്ടി, എൻ്റെ കിച്ചൂട്ടി, കൃഷ്ണമായ. കൃഷ്ണമായ. നൈസ് നെയിം. അച്ഛാ. അച്ചൂട്ടിയെ, സുഖാടാ. ഇത് എൻ്റെ കൂടെ ഹോസ്പിറ്റലുള്ളതാ. ഇത് ശ്രീഹരി, ഇത് അവൻ്റെ ബ്രദർ സിസ്റ്ററാണ്. ഇത് പല്ലവി, ഇത് യാദവ്. ഓ വാ, എല്ലാരും വരിക. അമ്മേ, ഞാനും ചെന്തൊന്ന് അമ്പലം വരെ പോയിട്ട് വരാട്ടോ. വേഗം വേണം കേട്ടോ, അവരിപ്പോ എത്തും. ആ ചന്തു. ആ ദാ എത്തി. ഡി, ഇന്ന് ആരൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞേ? ഒന്ന് കീത്തോന്റെ ചെക്കൻ, പിന്നെ ആ ചേട്ടന്റെ അനിയനും അനിയത്തിയും. ഇന്നും കാർത്തിക നാളിലായിരിക്കും വഴിപാട്. നിനക്ക് വട്ടാ. പോടാ, നീ വാ. കൃഷ്ണ, ആർക്ക് വേണ്ട വഴിപാടെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്വപ്നത്തിലെ രൂപവും കാർത്തിക നക്ഷത്രവും എന്തോ സാദൃശ്യമുള്ള പോലെ. അമ്മേ, ദാ അവര് വന്നു. കീത്തൂട്ടിയേ, അമ്മേ.
വാ മക്കളെ, കേറി വാ. ചന്തു, മുറ്റത്തൊരു കാറുണ്ട്. ദാ അവര് വന്നു തോന്നുന്നു. വാ, എടി ഓടാതെടി. വേഗം വാടാ. അമ്മേ. ഹലോ, കണ്ണു തുറക്കടോ. ചിരി തേടി കൈകളാലെ കൈത പൂവുന്നുള്ളി നീ ഈ പ്രാണമൈന ഭാഗമാസം തേരിലേറിയ പുത്ര ധീര വീര ധീര മനസാകെ നിൻ സ്വരം. എടോ, ആർ യു ഓക്കെ? സോറി. ഇറ്റ്സ് ഓക്കെ. താൻ ഇവിടുത്തെ ആണോ? എന്താ പേര്? കൃഷ്ണമായ. ഓ, ഇതാണ് ആ കഥാപാത്രം. ശരി, എന്നാ ഞാൻ പോട്ടെ. കിച്ചു, എന്തെങ്കിലും പറ്റിയോ? ഇല്ലടാ. കിച്ചൂട്ടാ, കുഞ്ഞേച്ചി, നീ ഒത്തിരി വളർന്നല്ലോ. എപ്പെങ്കിലും ഇങ്ങോട്ട് വരണം. അതെ, ഞാനും ഉണ്ട് ഇവിടെ. ചന്തുക്കുട്ട, ഇത് ശ്രീഹരി. ഇത് അവന്റെ സിസ്റ്റർ പല്ലവി. മകരന്ത കാട്ടിൻ മാൻകുട്ടി അവളത് നടയാകും അവളை ஒரு நாள் நான் பார்த்தேன் இதயம் கொடியன വരം കേട്ടി. നീ ഇതെവിടെ പോയതാ? ഏട്ടാ, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. എന്നാ വാ, എല്ലാവർക്കും മുത്തശ്ശിയെ കാണാം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കാവല് വിളക്ക് വെച്ചിട്ട് വരാം. മുത്തശ്ശി, കീട്ടു നീ വന്നോ? എനിക്ക് സന്തോഷായി. എൻ്റെ മുത്തശ്ശിയെ കാണാതിരിക്കെ എനിക്ക് പറ്റുമോ? ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ. ഇത് ശ്രീഹരി, ഇത് അവൻ്റെ സിസ്റ്റർ പല്ലവി. അവനെവിടെ? യദു. ആ ഏട്ടാ. ഇത് എന്താ കുട്ടിയെ പേര്? യാദവ്. നക്ഷത്രം? അത് കാർത്തിക. കാർത്തിക നക്ഷത്രം. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി റെസ്റ്റ് എടുത്തോളുക. കീർത്തു, എൻ്റെ മുത്തശ്ശി, പ്രശ്നമുണ്ട് കുട്ടിയെ. മുത്തശ്ശി പഴയതൊക്കെ ആവർത്തിക്കാൻ പോകുന്ന പോലെ. മുത്തശ്ശി ശ്രദ്ധിക്കണം എല്ലാത്തിലും. കിച്ചു എവിടെ? വിളക്ക് വെക്കാൻ പോയി. നീയും പോയി വിശ്രമിക്ക്. ഓ, ഇത് കൂടെ നടക്കാൻ പേടിയായിട്ട് വയ്യ. ആ ചന്തുവിനെയും കൂടി കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. ഇതേത് സ്ഥലം? ഫോൺ വിളിച്ച് വന്ന സ്ഥലം. എങ്ങോട്ടൊന്ന് പോവുക? അതാരാ? ഹേ, ഗോസ്റ്റൊക്കെ ഓൾഡ് കേസിനല്ലേ? അയ്യോ, എന്താ? നീയോ? പേടിച്ചു പോയി. താനെന്താ ഇവിടെ? എനിക്ക് വഴി തെറ്റി. വാ. എന്താ നമ്പൂതിരി ഇതിൻ്റെയൊക്കെ അർത്ഥം? ചരിത്രം ആവർത്തിക്കുകയാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് ഇവരാണിനി ഈ മനയിലെ ചുരുളഴിയാത്ത രഹസ്യത്തെ പുറത്തു കൊണ്ടുവരുന്നത്. ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കൃഷ്ണമായും കാർത്തികയിൽ പിറന്ന യാദവും. ചന്തു, മര്യാദക്ക് അവിടെ നിന്നോ, കൊല്ലും ഞാൻ നിന്നെ. നീ പോടി ഒട്ടകത്തൽച്ചി. ഒട്ടകത്തർച്ചിന്റെ മറ്റവള്. ഇവര് നല്ല കൂട്ടാൻ തോന്നല്ലോ. കൂട്ടല്ല മോളെ, ഈനാൻ പറ്റിയ മരപ്പട്ടിയാണ്. ഞാനൊന്ന് നടന്നിട്ട് വരാം. ആ മോനെ. ഇതെന്താ സംഭവം? താനെന്താ ഇവിടെ? അല്ല, ഇതെന്താ? ഇത് ഞങ്ങളെ പഴയ തറവാടാ, കണിമംഗലം കോവിലകം. അതെന്താ ഇവിടെ താമസമില്ലാത്ത ഇപ്പൊ? അതോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളൊക്കെ ജനിക്കണേന് മുമ്പ്, അതായത് മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയ തറവാടാ. ഇവിടെ 2 ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാട്ട്? ദാറ്റ് മീൻസ് അൺനാച്ചുറൽ ഡെത്ത്. ഓ, ആരൊക്കെയാ മരിച്ചേ? ഇവിടുത്തെ തമ്പുരാട്ടിക്കുട്ടിയും പിന്നെ തമ്പുരാട്ടിയെ സ്നേഹിച്ച ഒരു തമ്പുരാനും. നല്ല ഭംഗിയാത്ര അവരെ കാണാൻ. എനിക്കുണ്ട് ആഗ്രഹം ഒന്ന് കാണാൻ. യദു, നീ ഇവിടെ ഉണ്ടോ? ആ,
എന്താ ഏട്ടത്തി? നിന്നെ നമ്പൂരി വിളിക്കുന്നുണ്ട്. വെയിറ്റ്, എന്നെന്തിനാ വിളിക്കണേ? ഞങ്ങളുടെ കുടുംബ നമ്പൂരിയാടാ, കണ്ടിട്ട് വാ. യാദവ് അല്ലേ? പുലർച്ചെ ജനനം, കാർത്തിക നക്ഷത്രം. കുട്ടി എന്തെങ്കിലും ദുസ്വപ്നം കാണാറുണ്ടോ? എന്താ അത്? എടാ, പേടിപ്പെടുത്തുന്നതോ മനസ്സിലാവാത്തതോ ആയ സ്വപ്നം. നോ. കുട്ടി കരുതിയിരുന്നോളാം, ശത്രുക്കളാണ് ചുറ്റിലും. വെയിറ്റ്, വാട്ട്? ദേവേട്ടാ, നാളെ കഴിഞ്ഞ ഞാൻ ഈ കോവിലത്തെ തമ്പുരാട്ടിയാ. ഓ, ആയിക്കോട്ടെ. ദേവേട്ടാ, എന്താ ഞാനിപ്പോ കണ്ടേ? ആരാ? മുത്തശ്ശിക്ക് അറിയൂ? മുത്തശ്ശി. ആ എന്താ കുട്ടിയെ, ഉറങ്ങാറായില്ലേ? മുത്തശ്ശിക്ക് അറിയൂ ആരാ ഞാൻ? ആരാ ഈ മായ? മായ? പറയാൻ കുട്ടിയെ. കണിമംഗലം കോവിലത്തിന് ഒന്നും കൂടി തിളക്കം നൽകുന്ന പേരായിരുന്നു മായ. ആയിരം നാളിൽ ജനിച്ച മായാദേവി ദേവി തന്നെ ആയിരുന്നു. എല്ലാവരുടെ മനസ്സിലും ഇടം നേടിയ മായേച്ചിയുടെ മനസ്സ് ഒരാൾക്ക് മാത്രമായിരുന്നു. അത് ദേവേട്ടനായിരുന്നു. ദേവൻ? ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാത്ത കാർത്തികയിൽ ജനിച്ച ദേവനാരായണ വർമ്മ ദേവേട്ടൻ. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം. ഈ മനയിൽ ആയില്യത്തിൽ ജനിച്ച ഓരോ പെൺകുട്ടിയെയും ദേവിയാക്കണമെന്നാണ് പൂർവിക നിയമം. എന്നാൽ ദേവിയായാൽ സ്വയംവരം പാടില്ല. പക്ഷേ മായേച്ചിയും ഉണ്ണിയേട്ടനും അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞിട്ടും അവർ പ്രണയിച്ചു. മിത്രേ, മതി ഒരുങ്ങിയത്, ഒന്ന് വരുമോ? കാവില് പൂജ തുടങ്ങിക്കാണും. പൂജയ്ക്ക് തന്നെയാണോ അതോ കാവില് ദേവനെ കാണാനോ? മിത്രേ, ദാ വരണു. എവിടെ പോയി? ആഹാ, ലച്ചുവേട്ടന് വന്നിട്ടുണ്ടല്ലോ. മായേ, ഇപ്പൊ വന്നേ ഉള്ളൂ? ആ ലച്ചുവേട്ടാ. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ എടി, ഞാനിപ്പോ വരാവേ. കണിമംഗലം കോവിലകത്തെ മായത്തമ്പുരാട്ടി എന്താണാവോ വൈകിയത്? എന്താ അമ്പാട്ട് ദേവൻ തമ്പുരാനി കാത്തിരുന്ന് മുഷിഞ്ഞു ആവോ? ദേവേട്ടാ, സമയായി, എന്നാ ഞങ്ങൾ പോട്ടെ. മായേ, നാളെ വരില്ലേ? ആ, വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അറിഞ്ഞിട്ടും മായാദേവിയും ദേവനും അവരുടെ പ്രണയമായി ദിവസം കഴിച്ചു. പിന്നീട് ഒരിക്കൽ. എന്താ വൈകിയേ? ഒന്നുമില്ല. എന്താണ് ദേവൻ തമ്പുരാന്റെ മുഖത്തൊരു നീരസം? മായേ, നാളെ നിന്നെ ഇവിടെയുള്ളവർ നിന്നെ തമ്പുരാട്ടിയാക്കും. പിന്നീട് നീ വിചാരിച്ചാ പോലെ എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. ദേവേട്ടാ, നാളെ കഴിഞ്ഞാലേ ഈ കണിമംഗലത്തെ തമ്പുരാട്ടിക്കുട്ടിയെ ഞാൻ. ഓ, ആയിക്കോട്ടെ, എന്നാ ഞാൻ പൊക്കോളാം. ദേവേട്ടാ, ഈ മായയ്ക്ക് ഈ ദേവനില്ലാതെ ജീവിതമില്ല. ഇന്ന് രാത്രി ഞാൻ വരും. അപ്പം അവര് പോയി ജീവിച്ചോ മുത്തശ്ശി? ഇല്ല കുട്ടിയെ, അന്നായിരുന്നു മായയുടെയും ദേവന്റെയും അവസാന നിമിഷം. പിന്നെ ഈ നാട്ടുകാർ കണ്ടത് 4 ജഡങ്ങളാണ്. വാട്ട്? അവർക്കെന്തു പറ്റി? മരിച്ചതല്ല കുട്ടിയെ, കൊന്നതാ.
മായയും ദേവനും കൂടാതെ ദേവന്റെ സുഹൃത്തായ ദച്ചുവേട്ടനും പിന്നെ അനിയത്തി മിത്രയും കുളക്കടവിൽ ചലനമറ്റ് കടക്കുവരുന്നവർ. എങ്ങനെ? അറിയില്ല കുട്ടിയെ. ശരി മുത്തശ്ശി. ഓയ് ചന്തു. ചന്തുവേട്ട. അനന്തു. ഓ ജാട. അല്ലെങ്കിൽ ഈ നാറികളെല്ലാം കണക്ക്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ചന്തുവേട്ടനും കിച്ചേച്ചിയും നല്ല കൂട്ടാണോ? അവളും ഞാനും ഏതാണ്ട് ഒരേ ജന്മായിരുന്നു. ആ കാലം തൊട്ട് ഒരുമിച്ചാ. അപ്പൊ പെങ്ങളായിരിക്കും. അല്ല ഇനി എന്താ നിന്ന് ചിണങ്ങുന്ന കാര്യം പറയടി. അനന്തോട്ടൻ ലൈവ് ഉണ്ടോ? കേറിപ്പൊടി ജാടത്തണ്ടി. തിരുമേനി, ആ ഇതാര് യാദവ് മോനോ? മായ്ക്കും ദേവനും എന്തു പറ്റി? ഒക്കെ അറിഞ്ഞൂലേ? ദേവനെ കൂടാതെ മായയെ സ്വന്താക്കാൻ ആഗ്രഹിച്ച ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആര്? ദച്ചുവേട്ടൻ. ദച്ചു? മായച്ചി ഒക്കെ എടുത്തില്ലേ? ഒന്നും മറന്നില്ലല്ലോ? എടുത്തു. മിത്തൂട്ടിയെ ചേച്ചി പോട്ടെ. എത്തി എഴുതണേ എനിക്ക്. തീർച്ചയായും. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ മിത്തൂട്ടി മനസ്സിലുള്ളത് തെച്ചോട്ടനോടിനും പറയണം. വാ, കുളക്കട വരെ ഞാൻ കൊണ്ടുവരാം. ദേവട്ടാ, എത്ര നേരായി കാക്കണു. വാ പോവാം. മിത്തൂട്ടി പോയി ജീവിക്ക് ചേച്ചി. പോട്ടെ മോളെ. ശരി ഏട്ടാ. ഒന്നവിടെ നിന്നെ. ദച്ചു, ഞാൻ നിന്നോടെല്ലാം പറഞ്ഞല്ലേ, ഞാൻ എത്തിയിട്ട് എഴുതാം. നീ എത്തിയിട്ട് എഴുതിക്കോ, പക്ഷെ മായ പോവില്ല. എന്താ ദച്ചു? നിന്നേക്കാ മുന്നേ ഞാൻ മനസ്സിലിട്ട് നടക്കണവളെ ഇവള്. എന്നാ ഇവക്ക് ദിവ്യ പ്രണയം നിന്നോട്. ദച്ചു ഏട്ടാ, എന്തൊക്കെ പറയണേ? സത്യ പറയണേ ഞാൻ. നിന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ മായേ. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. വിടന്നെ. നിങ്ങൾ ചെവി തുറന്ന് കേട്ടോ. ഈ മായ സ്നേഹിച്ചതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും ഈ ദേവനാരായണനാ, അല്ലാതെ മുല്ലശ്ശേരി മനയിലെ ദീക്ഷിത് വർമ്മയല്ല. ഇഷ്ടമായിരുന്നു എനിക്ക് നിങ്ങളെ സഹോദരനായി കണ്ട്. നേരായ മാർഗത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് മുന്നിൽ തടസ്സം ഇവനല്ലേ, അത് വേണ്ട. മായേ, രക്ഷപ്പെട്. മായേ, തടസ്സം മാറിയില്ലേ? നമുക്ക് മുന്നിലുള്ള തടസ്സം മാറിയില്ലേ? ഇനി വാ, നമുക്ക് ജീവിക്കാം. എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എന്റെ ദേവട്ടെ, നിങ്ങളെന്ന് വെച്ച ജീവൻ കരുതില്ലേ? ഇതൊക്കെ ചെയ്തു കൂട്ടിയത് നിങ്ങൾക്ക് എന്നെ കിട്ടാനല്ലേ? തരാം. നിങ്ങൾ കാണണം, അത്രയും സ്നേഹിച്ച ഒരാള് കൺമുന്നിൽ കിടന്ന് മരിക്കണ കാണണം. നീ ഈ മായയുടെ മരണം നീ കാണും. മായേ, ഇവിടെ നിന്നാണല്ലോ ഞാൻ ശബ്ദം കേട്ടെ. ദേവേട്ടൻ, ദേവേട്ടാ, ദച്ചുവേട്ടെ, മായച്ചി എവിടെ? ദച്ചുവേട്ടാ, നിങ്ങളോട് ചോദിക്കണേ, എന്റെ മായച്ചി എവിടെ? ദേവേട്ട, കണ്ണൂർക്ക് മിത്രയെ വിളിക്കണേ, കണ്ണൂർക്ക്. മിത്ര, രക്ഷപ്പെട്. ദച്ചുവേട്ടെ, നീ എന്തായാലും ഇത് കണ്ടു. ഇനി നീയും ചെല്ല് അവരെ കൂടെ കൂട്ടിന്. അപ്പൊ അയാള് സ്വന്തം കൺമുന്നിൽ വെച്ചല്ലേ പ്രാണൻ നഷ്ടമായത്? അയാളും ജീവനൊടുക്കി. ശരി.
ഇനി ഉത്തരങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എല്ലാ കഥകളും കൂട്ടി വായിക്കണമെങ്കിൽ ഞാനിവിടെ പോയേ പറ്റൂ. മുത്തശ്ശി പറഞ്ഞറിഞ്ഞ കഥയിൽ മായയുടെ റൂമിൽ നിറച്ചും ദേവനായിരുന്നു എന്നല്ലേ? ദേവനാരായണ വർമ്മ? അപ്പം മായ? അപ്പം ആരായി ദീക്ഷിതും മിത്രയും? ദീക്ഷിത് വർമ്മ? മിത്ര? വാട്ട്, പല്ലവിയാണോ മിത്ര? അപ്പൊ തെച്ചു ചന്തുവോ? എന്തൊക്കെയാ ഇവിടെ നടക്കണേ? തെച്ചു എങ്ങനെ ചന്തുവിനെ പോലെ, പല്ലവി എങ്ങനെ മിത്ര, അപ്പൊ മായ? ഞാൻ ഒക്കെ കണ്ടറിഞ്ഞു അല്ലേ? ഞാൻ ഈ ജന്മത്തിലെ ദേവനാണെങ്കിൽ ഈ ജന്മത്തിലെ മായ ആരാ? എന്താ സംശയം? ഒരു കാർത്തികയിൽ ജന്മമെടുത്താൽ ആയില്യവും ജന്മമെടുത്തിരിക്കും. ആര്? നെല്ലിയാർമനയിൽ ആയില്യത്തിൽ പിറവികൊണ്ട കൃഷ്ണമായാണ് നിന്റെ മായ. കൃഷ്ണമായ? അതെങ്ങനെ? ഞാൻ കണ്ട മായാദേവിയുടെ രൂപം കൃഷ്ണക്കില്ലല്ലോ. ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ. എങ്ങനെ? മായയും ദേവനും ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ കർണനും ജന്മം കൊണ്ടിട്ടുണ്ടാവും. സ്വയമേ മൃത്യുവരിച്ച മായയ്ക്ക് സ്വന്തം രൂപം വീണ്ടെടുക്കാനായില്ല. അതുപോലെ മായ ഇതുവരെ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാ? അവൾക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മയില്ല. അവൾ കൃഷ്ണയായി ജീവിക്കുകയാണ്. പക്ഷേ കൃഷ്ണയിലുള്ള മായാദേവി ഉഗ്രരൂപിണിയാണ്, താണ്ഡവപ്രിയാണ്. എടാ, എന്താടാ? എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ട്, പറയടാ. കിച്ചു, നീ എന്നെ വിട്ടു പോവോ? എന്തിന്? നീ എന്റെ ചന്തു അല്ലേ? അതെ, പോവാൻ നോക്കിയാലും ഞാൻ വിടില്ല. എന്താടാ നിനക്ക്? ഹേയ് പ്ലീസ്. ഹാ അക്ഷയേട്ടാ, ഇത് എപ്പോ ലാൻഡായി? കുറച്ചു ദിവസമായി. ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇനി തീർന്നില്ലേ? പോട്ടെ, വാ. ഇത് കീർത്തുവിന്റെ കൂടെ വന്നതാ, പേര് യാദവ്. ഹായ്, ഹലോ. പിന്നെ കാണട്ടോ, എല്ലാവരും ഒന്ന് പോയി ദർശിക്കട്ടെ. കൃഷ്ണ, ആ നമുക്കൊന്ന് നടന്നാലോ? ആ പിന്നെന്താ? ഇല്ല, ഞങ്ങൾക്ക് വേറെ പരിപാടികളുണ്ട്. കിച്ചു, നീ വന്നേ. ആണോ? എന്നാ പിന്നെ വരാവേ. ചന്തു, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഇത് ഇവിടെ നിന്നല്ലേ എല്ലാത്തിൻ്റെയും തുടക്കം. ഒടുക്കും ഇവിടെ നിന്ന് മതി. നിനക്ക് പേടിയുണ്ടോ? എന്തിന്? ഇനിയും ഈ തെച്ചുവിനും മായ കിട്ടില്ല എന്ന് കരുതി? ഓ, യദുവെല്ലാം അറിഞ്ഞു. യദുവല്ല, അമ്പാട്ടെ ദേവൻ തന്നെയാ. സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ട നീയാ എന്നെ എൻ്റെ മായേനെയും. പിന്നെ നീയാന്ന് ഇല്ലാതാക്കിയത് നിന്നെ ജീവനെ പോലെ പ്രണയിച്ച മിത്രയും. അങ്ങനെ ആയിരുന്നില്ല. കാവിൽ വാഴുമൊരു കന്നി, പൊൻകളരിവാതിലിലെ ദേവി. കൃഷ്ണേ. മായാദേവി അല്ലേ തെച്ചുവേട്ടാ?
ആ കഥ ഈ നാടും ഈ വീട്ടുകാരും കരുതുന്ന അല്ല, കരുതിപ്പിച്ച കഥയല്ലേ? മായേ എന്നാ ഈ തെച്ചുവേട്ടനല്ലാതെ ഈ മായയെ കൂടപ്പിറപ്പായി കണ്ടതും സുഹൃത്തിനെ വാനോളം ഉയർത്തിയതും സ്വന്തം പ്രണയത്തെ ഒളിപ്പിച്ചു വെച്ച തെച്ചുവേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഈ ജന്മത്തിലെ കൃഷ്ണയ്ക്ക് കാവലായി ചന്തുവായി പുനർജനിച്ചത്. മായേ എനിക്കറിയാം നമുക്കിടയിൽ വന്ന് ഒരു ജന്മം മുഴുവനുള്ള സന്തോഷം നശിപ്പിച്ചതാരാണെന്ന്. ആര്? ധ്രുവിത് വർമ്മ. നോക്കി അത്ഭുതപ്പെടണ്ട, ഈ അമ്പാട്ടെ ദേവന്റെ അനിയൻ തന്നെയാ, ഈ ധ്രുവ് തന്നെയാ ഈ ജന്മത്തിലെ കർണൻ. എന്റെയാ, ഞാൻ ആഗ്രഹിച്ചതാ മായയെ. ഈ ധ്രുവിന് വേണം, എന്ത് വില കൊടുത്ത് നേടിയിരിക്കും ഞാൻ. സിദ്ധന്മാരിൽ നിന്ന് പരകായ പ്രവേശന സിദ്ധി നേടി എന്റെ തെറ്റുകേട്ടന് നീ പരകായ പ്രവേശനം ചെയ്തു. നീ ഞങ്ങളെ രണ്ടുപേരെ ജീവൻ എടുത്തിട്ടും മതിയായില്ല, നിനക്ക് എന്റെ മിത്രയെ കൂടി ഇല്ലാതാക്കി. ഇതൊക്കെ അറിഞ്ഞ് ചങ്ക് പൊട്ടിയ എന്റെ തെറ്റുകേട്ടൻ മരിച്ചേ. ഈ ധ്രുവ് ഇതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രം. ചീ, എനിക്ക് വേണ്ടിയോ? പാപയാടാ നീ. ഈ ജന്മത്തിലും അതേ തെറ്റ് തന്നെയാണ് നീ ചെയ്യാൻ നോക്കിയത്. എന്നാ ഈ ജന്മത്തിൽ വിധി എഴുതുന്നത് മായയല്ല, മായയായി ജനിച്ച കൃഷ്ണമായയാണ്. അവൾ ഒരിക്കലും നിന്നോട് പൊറുക്കില്ല, കാരണം അവൾ കൃഷ്ണമായയാണ്. കൃഷ്ണൻ വാ, ചന്തു വലി വാ, പോവാ. മകരന്ത കാട്ടിൻ മാൻകുട്ടി അവളത് നടയാകും. அவளை ஒரு நாள் நான் பார்த்தேன், இதயம் கொடு என வரம் கேட்டேன். அதை கொடுத்தால் உடனே எடுத்தே சென்று விட்டாள். ஓ, முழுமதி அவளது முகமாகும். இது பால்துளி முத்தம், பகலிலே பூவையில் முத்தம், நெஞ்சில் பஞ்சவர்ண பைங்கிழி முத்தம். നിറത്തിങ്കളിൻ മുത്തം, മുകിലിലെ മിന്നലിൻ മുത്തം, കണ്ണിൽ കാവൽ നിൽക്കും കാതലിൻ മുത്തം. മൊഞ്ചു കൊണ്ട് മൂടി വെച്ച മുന്തിരി മുത്തം, ഒരു മൺചെരാത് പോലെ മുന്നിൽ മുത്തം. ഇനി ഈ ജന്മത്തിൽ മായയും ദേവനും ഇല്ല, യാദവും കൃഷ്ണയുമാണ് അല്ലേ? അതുപോലെ ഈ തെറ്റു സ്നേഹിച്ചത് മിത്രേ മാത്രാണ്. ഈ ജന്മത്തിൽ അത് അനന്തവും പല്ലവിയും. കാവിൽ വാഴും ഒരു കന്നി
പൊൻകളരിവാതിലിലെ ദേവി ചിലമ്പും ചില പൊലിയോടെ ചിതറി വരുന്നോളെ